ഹായ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡ്രോയിങ് ചെയ്താലോ? നെഗറ്റീവ് ഡ്രോയിങ്. ഈ ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. പക്ഷേ ഇതിന് നെഗറ്റീവായി നോക്കിയാലേ ഇതിൻ്റെ റിയൽ പിക്ചറിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ? നിങ്ങൾ നോർമലായിട്ട് ഒരു പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു യുണീക്കായിട്ടൊരു ഡ്രോയിങ് ആയിട്ട് നമുക്ക് ഈ നെഗറ്റീവ് ഡ്രോയിനെ കൊണ്ടു നടക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു നെഗറ്റീവ് ഡ്രോയിങ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നോർമലായിട്ടൊരു പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ നോർമലായിട്ടൊരു കളർ പെൻസിൽ ഡ്രോയിങ് ചേഞ്ചായി ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു യുണീക്ക് ആയിട്ട് ഒരു സ്റ്റൈൽ നമുക്ക് ഈ ഒരു നെഗറ്റീവ് ഡ്രോയിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ ഇമേജിനെ നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പിക്സാർട്ട് പോലുള്ള എക്സ്ട്രാ ആപ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫോണിൽ തന്നെ ആ ഒരു ഫിൽറ്റർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ആപ്പ്. ഈ ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഇതിൽ ഇവിടെ ഈ ഗാലറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ഫോട്ടോ ആണ് നമുക്ക് നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഇമേജ് ഇപ്പോൾ നെഗറ്റീവ് ആയപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിപ്പോൾ നോർമൽ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളൊരു കളർ ഫോട്ടോയാണ് ഇങ്ങനെ ആക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ ബ്ലാക്ക് ഷെയ്ഡ്സ് കാണുന്ന അവിടെയെല്ലാം നമുക്ക് ബ്ലൂ ഷെയ്ഡ്സ് ആയിരിക്കും കാണുക. അതേപോലെ അതിൻ്റെ കളേഴ്സിനനുസരിച്ചിട്ടായിരിക്കും കാണുക. ഓക്കെ, ഇത് നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു സേവ് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്ത് കൊടുത്ത് ഇതിന് നമുക്ക് പേപ്പറിലേക്ക് വരയ്ക്കാം. പേപ്പറിലേക്ക് വരയ്ക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഡ്രോയിങ് ആണ്. ഗ്രിഡ് ഡ്രോയിങ്ങിനെ കുറിച്ച് അറിയാത്തവർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ ഗ്രിഡ് ഡ്രോയിങ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ഫോട്ടോയ്ക്ക് ഗ്രിഡ് നമ്മൾ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഗ്രിഡ് ലൈൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേ ഗ്രിഡ് നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കുക. പേപ്പറിലേക്ക് ആ സെയിം ഗ്രിഡ് കൊടുക്കുമ്പോൾ ആ ഏത് ഗ്രിഡിലാണോ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ വരച്ചെടുത്താൽ മതി. നമ്മുടെ പേപ്പറിലേക്ക് ഫോണിൽ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ടാബിൽ നോക്കുക. ആ ഒരു ചെറിയ പോർഷനായിട്ട് നമുക്ക് പേപ്പറിലേക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഇതിനാണ് ഗ്രിഡ് ഡ്രോയിങ് മെത്തേഡ് എന്ന് പറയുക. ഏറ്റവും ഈസി മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു. അങ്ങനെ ഞാൻ വരയ്ക്കേണ്ട ഇമേജിൽ ഗ്രിഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു സ്കെച്ച് ബുക്കാണ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി സ്കെച്ച് ബുക്ക് എടുക്കാം. എന്നിട്ട് ആ നമ്മുടെ ടാബിലുള്ള അല്ലെങ്കിൽ ഫോണിലുള്ള അതേ ഗ്രിഡ്സ് നമുക്ക് സ്കെച്ച് ബുക്കിലേക്ക് അതേപോലെ തന്നെ സെയിം കറക്റ്റ് എണ്ണത്തിൽ നമുക്ക് പേജിലേക്ക് വരയ്ക്കാം. ഓക്കെ, അത് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് സ്കെച്ച് ബുക്കാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്കെച്ച് ബുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഗ്രിഡ് നേരെ ആ ടാബിൽ എന്താണോ വേണ്ടത് ആ സെയിം ഗ്രിഡ് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ നമ്മുടെ ഫോട്ടോയിൽ ഗ്രിഡ് ഇട്ടിട്ടുണ്ട്. ഇതിൽ റോസ് വരുന്നത് 6 റോസും കോളം വരുന്നത് 9 എണ്ണമാണ്. അത് നമുക്ക് ഈ ഫോട്ടോയിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രിഡിനെ നമ്മൾ നേരെ ഈ പേപ്പറിലേക്ക് ആക്കണം. ഓക്കെ, 6 റോസും 9 കോളവും. ഞാൻ ഈ ഒരു ചെറിയൊരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 സെൻറ്റിമീറ്റർ ഗ്രിഡാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 9 കോളം വരുന്നതിനോടെ നമുക്ക് 18 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, 2 സെൻറ്റിമീറ്റർ എടുക്കും. നിങ്ങൾക്ക് വേറെ ഒരു ചെറിയ പേപ്പറാണെങ്കിൽ വലിയ പേപ്പറാണെന്നുണ്ടെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഗ്രിഡ്സ് എടുക്കാം. അഥവാ കൂടുതൽ വലിയ A3 അതുപോലെ അങ്ങനത്തെ ഷീറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൽ ചെറിയ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഗ്രിഡ് എടുത്തിട്ട് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 2 സെൻറ്റിമീറ്ററിൻ്റെ ഗ്രിഡാണ് കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ കൂടുതലും തിന്നായിട്ടുള്ള വരകൾ, വളരെ ലൈറ്റായിട്ടുള്ള വരകൾ യൂസ് ചെയ്യുക, ലൈൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കിത് ഈ ഗ്രിഡ് വരച്ചതിന് ശേഷം ഇറേസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്സസ് ഗ്രിഡ് നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈൻസ് നമുക്ക് ഇതിൽ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ലൈറ്റായിട്ട് എത്ര മാക്സിമം എത്ര ലൈറ്റ് ആക്കാൻ പറ്റും അത്രയും ലൈറ്റായിട്ട് ലൈൻസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രിഡ് ഞാൻ പേപ്പറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രിഡിൽ ഞാൻ ഗ്രിഡ് ഡ്രോയിങ് മെത്തേഡ് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗ്രിഡിൽ എന്താണോ ഉള്ളത് അത് മാത്രം നമ്മൾ ഈ ഒരു പേപ്പറിൽ ഈ ഒരു ഗ്രിഡിലേക്ക് വരച്ചാൽ മതി. ഓരോ ഗ്രിഡും ഷെയ്ഡ്സ് ആണെങ്കിലും ഔട്ട്ലൈൻ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോ ഗ്രിഡിൽ എന്താണോ ഉള്ളത് അത് മാത്രമാണ് നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ഒരു 6B പെൻസിലാണ് എടുത്തിരിക്കുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള 6B പെൻസിൽ എടുത്ത് ഇതിൽ ഈ ഒരു ഷെയ്ഡ്സും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ഒരു ഗ്രിഡിൽ എന്താണുള്ളത് അത് മാത്രമായിട്ട് നമ്മൾ ഇതിലേക്ക് വരച്ചെടുക്കാം. ഞാനിതൊരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ മിനിമലായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോയും സെലക്ട് ചെയ്ത് നിങ്ങൾ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നല്ല ടൈം എടുത്ത് നല്ല എഫേർട്ട് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ വളരെ മിനിമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ടൈം എടുത്ത് നല്ല രീതിക്ക് എഫേർട്ട് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി പിക്ചറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഈ ഷെയ്ഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം 6B പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. കാരണം ഞാൻ കൂടുതൽ പെൻസിൽ മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. ഇനി നമുക്ക് ഈ എക്സസ് വരുന്ന ഗ്രിഡ് ലൈൻസ് എല്ലാം നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം.
എൻ്റെ അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ റിവീൽ. കാരണം ഇത് നമുക്ക് നോർമലായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യാമറ നെഗറ്റീവ് ക്യാമറ ആപ്പ് എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ. ഞാൻ കൂടുതലും കണ്ടിരിക്കും പഴയ ഫോണുകളിലാണ് ഈ ഒരു ഫിൽറ്റർ ഉള്ളത്. എങ്കിൽ ആ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു ന്യൂ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂ ടൈപ്പ് ഫോൺസ് ആണെങ്കിൽ അതിൽ നെഗറ്റീവ് ക്യാമറ ആപ്ലിക്കേഷൻ എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൽ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടാണ് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ കറക്റ്റ് ഈ ഒരു ഫീൽ അറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അറിയാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നോർമൽ ക്യാമറയിൽ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും നമ്മുടെ പേപ്പർ വൈറ്റുമാണ്. പക്ഷേ ഈ നെഗറ്റീവ് ക്യാമറയ്ക്ക് വരുമ്പോൾ പേപ്പർ ബ്ലാക്ക് ആവും, നമ്മൾ ബ്ലാക്ക് കൊടുത്ത പ്ലേസ് എല്ലാം വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നെഗറ്റീവ് ഡ്രോയിങ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് ഡ്രോയിങ് ചെയ്യാമെന്ന് പഠിച്ചല്ലോ അല്ലേ? ഇത് നമുക്ക് പേപ്പറിലോ അതേപോലെ തന്നെ നമുക്ക് ഡിജിറ്റലായിട്ടും ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലെ കൂടുതൽ ട്യൂട്ടോറിയൽസും വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ വരകൾ തുടരും.